കൊച്ചിയിൽ നടക്കുന്ന മാരത്തോണിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. വെളുപ്പിനെ 5 മണിക്കാണ് മാരത്തോൺ തുടങ്ങുന്നത്. സ്കൂളിൽ പോയിട്ട് പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് വേണം എനിക്ക് പോവാൻ. അല്ലമീനും ഇജാസും അഫിദയും മേരിയും അറിയാമ ആണ് ഇന്ന് കോമ്പറ്റീഷൻ പോണവർ. മേരി വിളിക്കുന്നുണ്ട്. മീറ്ററാണത്. അതിൻ്റെ പുറകിലായിട്ട് ഇപ്പം നിന്നാൽ മതി. 10K ഉള്ളവർ അവിടെ നിൽക്കും. ബാബു ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് വരാം നമുക്ക്. നിങ്ങളെ കണ്ടുപിടിക്കണേന്ന് എല്ലാം നീലമാണല്ലോ. ഫുള്ള് നീലമയമായിട്ട് നിൽക്കുക. ഈ വായാട്ടം മാത്രമേ ഉള്ളൂല്ലോ ദൈവമേ. ത്രീ കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞവർ പതുക്കെ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം മെഡൽ ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ ഓടി വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അവരവരുടെ മെഡലുകൾ കൊടുക്കുന്നുണ്ട്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ള കാറ്റഗറികളുടെ ഒരുമിച്ചുള്ള ഗ്രൂപ്പായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അവർ ഓരോരുത്തർ കാറ്റഗറി വൈസുള്ള റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫുൾ കോമ്പറ്റീഷനും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഓരോ കാറ്റഗറിയിൽ വിൻ ചെയ്യുന്നവർ അവർ കൃത്യമായിട്ട് മെഡൽ ഡിസ്ട്രിബ്യൂഷനും പ്രൈസ് മണി എല്ലാം കൊടുത്തിട്ടാണ് ഇവിടുന്ന് വിടുള്ളൂ. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. നല്ല ഏജുള്ള ആൾക്കാരെല്ലാം ഓടി വരുന്നുണ്ട്. 80 വയസ്സ് അല്ലെങ്കിൽ 75 വയസ്സ്, അതുപോലെ തന്നെ നല്ല ഏജിലുള്ള ആളുകളെല്ലാം ഈ ഫണ്ട് റണ്ണിന് 3 കിലോമീറ്ററിൻ്റെ ഫണ്ട് റണ്ണിന് ഓടി വരുന്നുണ്ട്. 10 കിലോമീറ്ററുകാർ ഫിനിഷായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. 10 കിലോമീറ്ററും ഈ പറയുന്ന പല ഏജിലുള്ള കുട്ടികളുണ്ട്. നമ്മുടെ ഇജാസ് ഇതിനകത്ത് 10 കിലോമീറ്റർ അണ്ടർ 18 കാറ്റഗറിയിലും, അതുപോലെ തന്നെ അഫിദ, മേരി, മറിയാമ 3 പേര് ഗേൾസിൻ്റെ അണ്ടർ 18 കാറ്റഗറിയിലും കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്.
ഈ കോമ്പറ്റീഷൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് മൊമെൻറ്റിലേ അറിയുള്ളൂ. ഇപ്പോൾ ഇജാസ് ഓടി വരുന്നുണ്ട് 10 കിലോമീറ്ററിൽ. ഇജാസാണ് ഈ ഓടി ഒന്ന് ഫിനിഷ് ആവണത്. ഇജാസിന് ഇതാ മെഡൽ കിട്ടിയിട്ടുണ്ട്. മെഡലൊന്ന് കാണിച്ച് മെഡൽ കിട്ടിയിട്ടുണ്ട്. നല്ല പ്രായമുള്ളൊരു വല്യപ്പനാണ് കേട്ടോ ഓടി വന്നത്. നല്ല പ്രായമുണ്ട് അങ്കിളിന്. 72 വയസ്സ് കാറ്റഗറി അല്ലെങ്കിൽ 70 വയസ്സ് കാറ്റഗറിയൊക്കെ ആയിരിക്കും ഈ ഓടി വരുന്നത്. ഹാഫിദയും മേരിയും മറിയാമയും 3 പേരും നല്ല കോമ്പറ്റീഷൻ ചെയ്ത് തന്നെ ഓടി വരുന്നുണ്ട്. ഹാഫിദയാണ് ഫസ്റ്റ് ഓടി വരുന്നത്, സെക്കൻഡ് ഓടി വരുന്ന മേരി, അതിൻ്റെ പിന്നാലെ തന്നെ അതാ മറിയാമയും ഓടി വരുന്നുണ്ട്. യെസ്, മറിയാമയും ഓടി വരുന്നുണ്ട്. ഈ 3 പേര് അണ്ടർ 80 കാറ്റഗറിയിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ആയിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. മേരിക്ക് മെഡൽ കിട്ടി, ഹഫിദയ്ക്ക് മെഡൽ കിട്ടിയതാ, മറിയാമ മെഡലായിട്ട് വരുന്നുണ്ട്. മറിയാമയ്ക്ക് മെഡൽ കിട്ടി. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോകും. എന്താ ഫുഡ് അറിയില്ല. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് കാണിച്ചു തരാം. എന്നെ കാണിക്കടി. അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഗൈസ് ദേ ഇവിടെ ഞങ്ങള് ഓടാൻ വന്നാണ്. ചായ കുടിക്കാൻ പോകും ഗായ്സ്. മറ്റേ മാരത്തോൺ ആർന്ന്. ഇതവിടെ ഞങ്ങളുടെ ജിജോ സാറും അല്ലമീനും ഇരിക്കുന്നുണ്ട്. കണ്ട ഇതവരാണ് ഗൈസ്. ഞങ്ങളിതിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കോർണറിലോട്ട് ഉള്ളിലോട്ട് ഫൈനലി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങളുടെ ജിജോ സാറിൻ്റെ അടുത്ത് എത്തിയേക്കാണ്. അവിടെ ജിജോ സാർ കഴിക്കേണ്ടത്. നമുക്ക് പോയിട്ട് ഗായ്സ് ഞങ്ങളുടെ ജസ്റ്റ് ഫുഡ് കഴിക്കണം. ഇനി ഞങ്ങൾ മറ്റേ ഫുഡ് കൗണ്ടറിലേക്ക് പോവാണ്. ഇവിടെ ഞങ്ങളുടെ മേരി സന്ദ്ര AB ഉണ്ട്. ഇതാണ് മഹാരാജാസ് കോളേജ്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇതാണ്. ഏതേട്ടാ പറഞ്ഞത്? എന്നോട് അമ്മ ചേച്ചി പറഞ്ഞു പൊക്കോളാം. ഞങ്ങളുടെ എന്റെ അമ്മയിൽ 500 ഇല്ലാണ്ട് എന്റെ അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയത്. Second prize, Mary Sandra. Second prize goes to Mary Sandra. Okay, first prize goes to Hafida. Open category. Third prize goes to Jolsina Anthony.